LPG പ്രതിസന്ധി അത് രാജ്യമെമ്പാടും വ്യാപിക്കുന്ന പശ്ചാത്തലം കൂടിയിരിക്കുന്നു. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെ വിവിധ രാജ്യങ്ങൾ ഈ പ്രശ്നത്തിൻ്റെ വല്ലാത്ത രൂക്ഷതയിലാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ പ്രതിസന്ധി മറികടക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം തുടങ്ങി എന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഉൽപ്പാദനം 10% കൂട്ടും. LPG ക്ഷാമം പരിഹരിക്കുന്നതായി കേന്ദ്രം 3-അംഗ സമിതി രൂപീകരിച്ചു. രാകേഷ് ഉണ്ട്. രാകേഷ്, ഈ പ്രതിസന്ധിയുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ സമ്മതിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ കേന്ദ്രമന്ത്രി അടക്കം ഇടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിച്ചാണ് ഇതിനെ മറികടക്കാനുള്ള ശ്രമം നടത്തുന്നത്? രഞ്ജിത്ത്, യുദ്ധം നീളുന്നു, ഒപ്പം തന്നെ ഹോർമുസ് കടലിടുക്കിലെ തടസ്സം, ഇതാണിപ്പോൾ രാജ്യത്ത് പാചകവാതക പ്രതിസന്ധിക്ക് വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. കാരണം ഇന്ത്യ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ ഉപയോഗിക്കുന്ന ഏതാണ്ട് LPGയുടെ 90% വരുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. ഏതാണ്ട് 21 മില്യൺ ടൺ ആണ് ഇറക്കുമതി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ ചെയ്യുന്നത്. അങ്ങനെ LPG ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടിക നോക്കുകയാണെങ്കിൽ 2-ാം സ്ഥാനത്താണ് ഇന്ത്യ. അമേരിക്കയിൽ നിന്ന് ഏതാണ്ട് 2 മില്യൺ ടൺ മാത്രമാണ് ഇന്ത്യ LPG ഇറക്കുമതി ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ നീക്കത്തിന് ഏറ്റവും നിർണായകമാണ് ഈ ഹോർമുസ് കടലിടുക്ക്, ഒമാന്റെയും ഒപ്പം തന്നെ ഇറാന്റെയും ഇടയിലുള്ളത്. പക്ഷേ ആ നീക്കം നടക്കാത്തതാണ് ഇപ്പോൾ രാജ്യത്ത് വലിയ പ്രതിസന്ധി കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഏതായാലും 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഒന്ന്, ആഭ്യന്തര ഉൽപ്പാദനം കൂട്ടാൻ റിഫൈനറികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അങ്ങനെ നിലവിലെ പ്രതിസന്ധി ഒരു പരിധി വരെ മറികടക്കുക, അതാണ് കേന്ദ്രം നൽകിയിരിക്കുന്ന നിർദ്ദേശം. രണ്ടാമത്തെ കാര്യം, ഒരു സമിതിക്ക് ഇപ്പോൾ കേന്ദ്രം രൂപം നൽകിയിട്ടുണ്ട്. അത് 3-അംഗ സമിതിയാണ് രൂപം നൽകിയിട്ടുള്ളത്. ആ സമിതി വിവിധ വശങ്ങൾ പരിശോധിക്കും. കാരണം ഹോട്ടലുകളൊക്കെ തന്നെ രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ അടച്ചിടുന്ന സാഹചര്യമുണ്ട്. ബംഗളൂരുവിലെ സാഹചര്യമൊക്കെ തന്നെ നമ്മൾ ഇന്നലെ കണ്ടതാണ്. ബംഗളൂരിൽ മാത്രം അവസാനിക്കുന്നതല്ല പ്രശ്നം, മുംബൈയിലും ചെന്നൈയിലും ഒക്കെ തന്നെ സമാനമായ സാഹചര്യം നേരിടുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അടിയന്തരമായി എന്തൊക്കെ പരിഹരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുക, ഈ ലക്ഷ്യത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ 3-അംഗ സമിതിക്ക് രൂപം നൽകിയിട്ടുള്ളത്. ആ പാനലിലെ അംഗങ്ങൾ, ഒന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്, മറ്റൊന്ന് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്, കൂടാതെ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിൻ്റെ പ്രതിനിധിയും ഈ സമിതിയിലുണ്ടാകും. അങ്ങനെ ഈ 3 പേരടങ്ങുന്ന സമിതി വിവിധ വശങ്ങൾ പരിശോധിക്കും. അവർ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഭാരവാഹികളുമായി ചർച്ച നടത്തും. ഒപ്പം തന്നെ ഈ സപ്ലൈ വിതരണം അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ മാറ്റം വേണമോ, അല്ലെങ്കിൽ യഥാർത്ഥ ആവശ്യക്കാർ ആരൊക്കെ, ഇത് കണ്ടെത്തുക, അടിയന്തരമായി കണ്ടെത്തി പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുക, ആ ലക്ഷ്യമാണ് ഇപ്പോൾ ഈ സമിതിക്ക് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ അവർ അത്തരത്തിലുള്ള നീക്കത്തിലേക്ക് കടന്നു കഴിഞ്ഞു. സ്വാഭാവികമായും നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഹോട്ടൽ ഉടമകൾ കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ ഇടപെടണം, അസാധാരണ പ്രതിസന്ധിയാണെന്ന് വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏതായാലും ഈ സമിതിക്ക് രൂപം നൽകിയിട്ടുള്ളത്. ശരി, രാകേഷ് വിവരങ്ങൾ പങ്കുവച്ചു. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.